നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നും യുഎഇയിലേക്ക് വിമാന സർവീസ് ഓഗസ്റ്റ് 7 വരെ ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. എമിറേറ്റ്സ് വെബ്സൈറ്റിലൂടെയാണ് ഈ വിവരം ആൾക്കാരോട് അറിയിച്ചത്. ജൂലൈ 31 വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് വിമാന കമ്പനി അറിയിപ്പ് നൽകിയിരുന്നു. ആ വിലക്കാണ് ഇപ്പോൾ നീട്ടിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരുടെ യുഎഇ പ്രവേശന വിലക്ക് ഇനിയും നീണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തിഹാദ് ഓഗസ്റ്റ് 2 വരെ യാത്രാ സർവീസ് ഇല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 24 മുതലായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യുഎഇ വിലക്ക് ഏർപ്പെടുത്തിയത്. ആയിരക്കണക്കിന് പ്രവാസികളായിരുന്നു ഈ തീരുമാനത്തെ തുടർന്ന് നാട്ടിലാകപ്പെട്ടത്. ഇന്ത്യയിലെ കോവിഡ് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അധികൃതർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് ഓഗസ്റ്റ് 7 വരെ എമിറേറ്റ്സ് സർവീസ് ഉണ്ടാകില്ല. അതേസമയം ഇന്ത്യയിൽ നിന്ന് ചില രാജ്യങ്ങളിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. ആ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ വഴി മാത്രമേ യുഎഇ പോലുള്ള രാജ്യങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. മറ്റ് രാജ്യങ്ങൾ വഴി യുഎഇയിൽ എത്തുന്നവർ കാലാവധിയുള്ള ട്രാവൽ ഇൻഷുറൻസ് കൊണ്ടുവരണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ട്രാവൽ ഏജൻസികൾ. ഇത്തരത്തിലൊരു നിർദ്ദേശം ഗൾഫിലെ കോൺസുലേറ്റുകൾ അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കുന്നത് കൊണ്ട് ഖത്തർ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വഴി 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷമാണ് പലരും യുഎഇയിൽ എത്തുന്നത്. ഈ ക്വാറന്റൈൻ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ചികിത്സാ ചിലവ് ഒരുപാടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇൻഷുറൻസിലൂടെ ആ ചിലവുകളെ പരിഹരിക്കാം എന്നതാണ് വലിയൊരു നേട്ടം. ഇന്ത്യയിൽ നിന്ന് ഖത്തർ വഴി യുഎഇയിലേക്ക് എത്തുവാനാണ് എളുപ്പം കൂടുതൽ. അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ ഖത്തറിലാണ് കൂടുതൽ ഇന്ത്യക്കാർ ഉള്ളത്. നാട്ടിൽ കുടുങ്ങിയ മലയാളികൾ ഒട്ടുമിക്കവരും ഖത്തർ വഴിയാണ് യുഎഇയിൽ എത്തിയത്. ക്വാറന്റൈൻ കാലയളവിൽ ഇന്ത്യൻ ഭക്ഷണം കിട്ടും എന്നതും ഖത്തർ വഴിയുള്ള യാത്രയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഖത്തർ അംഗീകരിച്ച 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് തത്സമയ വിസയിൽ ഖത്തറിൽ എത്താൻ സാധിക്കുന്നതാണ്. തത്സമയ വിസ കിട്ടാൻ ഹോട്ടൽ ബുക്കിംഗ് കർശനമാക്കിയിരിക്കുന്നു. ട്രാവൽ ഏജൻസികൾ തന്നെ ഇതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 14 ദിവസമുള്ള ക്വാറന്റൈൻ പൂർത്തിയാക്കണം. ഖത്തറിലെ ഇഹ്തിറാസ് മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഇത് സാധ്യമാകുകയുള്ളൂ. മാത്രമല്ല 5000 ഖത്തർ റിയാൽ കൈവശമുണ്ടായിരിക്കുകയും തത്തുല്യമായ തുക ബാങ്ക് അക്കൗണ്ടിൽ കരുതണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. ഈ മാർഗത്തിലൂടെ എത്തുന്നവരെ ടൂറിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനുള്ള അനുവാദം ഇവർക്ക് നൽകും. ക്വാറന്റൈൻ അടക്കമുള്ള ചിലവുകൾക്ക് ഏകദേശം 1.25 ലക്ഷം രൂപയോളം വകയിരുത്തണം. ഇതിനോടകം തന്നെ നിരവധി ട്രാവൽ ഏജൻസികൾ ഖത്തർ വഴിയുള്ള പാക്കേജുകൾ കൊണ്ടുവന്നിരിക്കുന്നു. വാക്സിൻ ക്കാത്തവർക്ക് പ്രവേശനമില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. തത്സമയ വിസയിൽ ഖത്തറിൽ പ്രവേശിക്കാൻ മടക്ക ടിക്കറ്റ് കാണിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ നിലവിൽ യുഎഇ വിസയും ടിക്കറ്റ് കാണിച്ചാൽ മാത്രം മതി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.